എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ യൂട്യൂബിൽ വാച്ച് ചെയ്ത വീഡിയോസും സെർച്ച് ചെയ്ത കാര്യങ്ങളുമൊക്കെ മറ്റൊരാൾ അറിയാതിരിക്കാനായി യൂട്യൂബിൽ ഇൻകോഗ്നീറ്റോ മോഡ് എനേബിൾ ചെയ്തുകൊണ്ട് എങ്ങനെ യൂട്യൂബ് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻകോഗ്നീറ്റോ മോഡിനെ കുറിച്ച് അറിയാവുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. യൂസ്ഫുള്ളായ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് വീഡിയോകൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രോത്സാഹനമാണ്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയറും ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം ആ ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് അതിൽ കാണുന്ന ആൾ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ യൂട്യൂബ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുന്നതാണ്. എന്നാൽ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത ശേഷം എന്തെങ്കിലും സെർച്ച് ചെയ്യാനായി സെർച്ച് ബാറിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ നേരത്തെ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ താഴെ കാണുന്നതാണ് അല്ലേ. ഇനി നമ്മൾ ഇപ്പോൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ പിന്നീട് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് സെർച്ച് ബാറിൽ പ്രസ് ചെയ്ത് എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതും താഴെ ഇങ്ങനെ കാണുന്നതാണ്. അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ ഹോം പേജിൽ താഴെ ആ ലൈബ്രറി എന്ന ഓപ്ഷനിൽ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ വാച്ച് ചെയ്ത വീഡിയോസുകളൊക്കെ ഇതേപോലെ കാണുന്നതാണ്. ഇനി ആ മുകളിൽ കാണുന്ന വ്യൂ ആൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ നേരത്തെ വാച്ച് ചെയ്ത എല്ലാ വീഡിയോകളും ഇവിടെ ഇതുപോലെ കാണുന്നതാണ്. നമ്മൾ പലതരത്തിൽപ്പെട്ട കാര്യങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് സെർച്ച് ബാറിൽ പ്രസ് ചെയ്ത് സെർച്ച് ചെയ്ത് വീഡിയോസ് കാണാറുണ്ട്. ചിലരാകട്ടെ ന്യൂസ് ആയിരിക്കാം, ചിലരാകട്ടെ സിനിമയെ സംബന്ധിച്ച കാര്യങ്ങളായിരിക്കാം, അതേപോലെ ഗെയിമുകളെ സംബന്ധിച്ച കാര്യങ്ങളായിരിക്കാം, ചിലരാകട്ടെ 18+ ആയ കാര്യങ്ങൾ, അതായത് അശ്ലീലപരമായ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് വീഡിയോസ് വാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഫോൺ മറ്റൊരാളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അവർ നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് അതിലെ സെർച്ച് ബാറിൽ പ്രസ് ചെയ്ത് എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ അവർ അറിയാനിടയാവും. മാത്രവുമല്ല, ലൈബ്രറി ഓപ്ഷനിൽ പ്രസ് ചെയ്യുമ്പോഴും നമ്മൾ നേരത്തെ വാച്ച് ചെയ്ത വീഡിയോസും അവർ കാണാനിടയാവും. ഇനി ഇതൊന്നുമല്ലാതെ തന്നെ യൂട്യൂബിൻ്റെ ഹോം പേജിൽ തന്നെ നമ്മൾ എന്താണോ സെർച്ച് ചെയ്ത് വാച്ച് ചെയ്ത വീഡിയോസ് ഉള്ളത് ആ വീഡിയോകളെ സംബന്ധിച്ച വീഡിയോകൾ തന്നെ ആയിരിക്കും താഴെ ഇങ്ങനെ ഹോം പേജിൽ വന്നുകൊണ്ടേ ഇരിക്കുക അല്ലേ. പലർക്കും തങ്ങളുടെ സ്വകാര്യത മറ്റുള്ളവർ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലേ. അവർക്ക് ഏറ്റവും പറ്റിയ മാർഗം യൂട്യൂബിലെ ഇൻകോഗ്നീറ്റോ മോഡ് എനേബിൾ ചെയ്തുകൊണ്ട് യൂട്യൂബ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനായി ആദ്യം യൂട്യൂബ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. ഇനി ഹോം പേജിൽ തന്നെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷനുകൾ വരും. അതിൽ മൂന്നാമതായി കാണുന്ന ടേൺ ഓൺ ഇൻകോഗ്നീറ്റോ എന്ന് കാണുന്നില്ലേ, അതിലിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഇവിടെ ഒരു ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ താഴെ കാണുന്ന ഗോട്ട് ഇറ്റ് എന്നതിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ കാണില്ല, കാരണം നിങ്ങൾ ഇപ്പോൾ ഇൻകോഗ്നീറ്റോ മോഡിലാണ് ഉള്ളത്. ഇനി നിങ്ങൾ എന്തെങ്കിലും സെർച്ച് ചെയ്യാനായി സെർച്ച് ബാറിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് സൈൻ ഔട്ട് ചെയ്ത ശേഷം ഇൻകോഗ്നീറ്റോ മോഡിലേക്ക് മാറിയത് കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ എന്തൊക്കെയാണോ സെർച്ച് ചെയ്തത് അതൊന്നും ഇവിടെ കാണില്ല, കാരണം അത് സൈൻ ഔട്ട് ആണല്ലോ. വീണ്ടും നിങ്ങൾ സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉള്ളപ്പോൾ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നതാണ്. ഇനി ഞാനിവിടെ ഒരു വിഷയം സെർച്ച് ചെയ്യുകയാണ്. ഞാനിവിടെ ബിരിയാണി എന്ന് ടൈപ്പ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാം ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബിരിയാണി മലയാളം റെസിപ്പി തുടങ്ങിയ കുറേ ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അപ്പം ഞാനിതിൽ ബിരിയാണി മലയാളം റെസിപ്പി എന്നതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ബിരിയാണിയെ സംബന്ധിച്ച കുറേ വീഡിയോകൾ വന്നിട്ടുണ്ട്. ഞാനതിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി എന്ന ഒരു ടൈറ്റിലുള്ള ഒരു വീഡിയോയാണ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത്. ഞാനത് സ്കിപ്പ് ചെയ്തിട്ട് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് നോക്കുകയാണ്. ഇനിയിപ്പം ഞാനത് സ്കിപ്പ് ചെയ്യുകയാണ്. ഇനി ഞാനിവിടെ ലൈബ്രറി ഓപ്ഷനിലൊന്ന് പ്രസ് ചെയ്ത് കാണിക്കാം. ഇവിടെ ആ വീഡിയോ ഞാൻ വാച്ച് ചെയ്തത് ഇവിടെ കാണിക്കുന്നില്ല. വീണ്ടും ബാക്ക് അടിച്ച ശേഷം ഞാൻ ആ സെർച്ച് ബാറിൽ ആ ക്ലോസിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ സെർച്ച് ചെയ്ത ആ ബിരിയാണിയെ സംബന്ധിച്ച ഒരു വിഷയം ഇവിടെ കാണാനില്ല. ഞാൻ വീണ്ടും ബാക്ക് അടിച്ച് ഹോം പേജിലെത്തി. വീണ്ടും സെർച്ച് ബാറിൽ ഒന്ന് പ്രസ് ചെയ്ത് കാണിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം സെർച്ച് ബാറിൽ ഞാൻ നേരത്തെ സെർച്ച് ചെയ്ത വിഷയം കാണാനില്ല. അതേപോലെ ലൈബ്രറി എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുമ്പോഴും ഞാൻ വാച്ച് ചെയ്ത വീഡിയോസും അവിടെ കാണാനില്ല. ഇൻകോഗ്നീറ്റോ മോഡിൽ ബ്രൗസിംഗ് ഹിസ്റ്ററി സേവ് ആകപ്പെടാത്തതുകൊണ്ട് മറ്റൊരാൾ നമ്മുടെ ഫോൺ എടുത്ത് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററി അവർക്ക് കാണാൻ കഴിയുകയില്ല. എന്നാൽ നമ്മുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, അതുപോലെ നമ്മൾ ഓപ്പൺ ചെയ്ത വെബ്സൈറ്റുകൾ, ഇവയ്ക്കൊക്കെ നമ്മുടെ ഹിസ്റ്ററി അറിയാൻ കഴിയും. ഇനി വീണ്ടും നമ്മുടെ അക്കൗണ്ട് തന്നെ യൂട്യൂബിൽ സൈൻ ഇൻ ചെയ്യാനായിട്ട് ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കണ്ട ഭാഗത്ത് ഇൻകോഗ്നീറ്റോ ഐക്കണാണ് കാണുക. അതിലൊന്ന് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ടേൺ ഓഫ് ഇൻകോഗ്നീറ്റോ എന്ന് കാണിക്കുന്നില്ലേ,
ആ ഒരു ഓപ്ഷനിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് യൂട്യൂബിൽ സൈൻ ഇൻ ആവുകയും ചെയ്യും. അങ്ങനെ സൈൻ ഇൻ ചെയ്ത ശേഷം നമ്മൾ സെർച്ച് ബാറിൽ പ്രസ് ചെയ്താൽ വീണ്ടും നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ യൂട്യൂബ് ഉപയോഗിച്ചിരുന്ന സമയത്ത് സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ ലൈബ്രറി ഓപ്ഷനിൽ പ്രസ് ചെയ്താലും നമ്മൾ അക്കൗണ്ട് ഉപയോഗിച്ചിരുന്ന സമയത്തുള്ള നമ്മൾ കണ്ട വീഡിയോകളൊക്കെ ഇതേപോലെ നമുക്കിവിടെ കാണാനാവും. പക്ഷെ നമ്മൾ ഇൻകോഗ്നീറ്റോ മോഡിൽ കണ്ട വീഡിയോകളൊന്നും തന്നെ ലൈബ്രറിയിലും കാണുകയില്ല. അതേപോലെ തന്നെ സെർച്ച് ബാറിലും നമ്മൾ സെർച്ച് ചെയ്ത ഇൻകോഗ്നീറ്റോ മോഡിൽ സെർച്ച് ചെയ്ത കാര്യങ്ങളൊന്നും കാണുകയുമില്ല. നമ്മുടെ യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെയുള്ള ബ്രൗസിംഗ് ഹിസ്റ്ററികളെ എങ്ങനെ ക്ലിയർ ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം തുടങ്ങിയ വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ കൊടുക്കാം. അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോകൾ ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇത്രയുമാണ് ഈ വീഡിയോയിൽ. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വീഡിയോകളുടെ പ്ലേലിസ്റ്റുകളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അവയിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോകൾ ഓപ്പൺ ചെയ്യാം. ഇതുപോലെ ഞങ്ങളുടെ യൂസ്ഫുൾ ആയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ. ബൈ.